ഞാൻ പന്താവൂരിൽ നിന്ന് ഫക്രുദ്ദീനാണ്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കോഴിക്കോട് പേരാമ്പ്രയിൽ ഒരു വാഹനം കത്തിയിട്ടൊരു സോന എന്ന് പേരുള്ള 10-27 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഒരു ഗർഭിണി യുവതി മരണപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് ആസൂത്രിതമായ കൊലപാതകമാണോ എന്ന് ഭയങ്കരമായിട്ട് സംശയമുണ്ട്. ആ യുവതിയുടെ കുടുംബം തന്നെ പറയുന്നത് ഇതിലെന്തോ ചില ദുരൂഹതകളുണ്ട്, ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന രീതിയിലാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കൂട്ടത്തിൽ നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. മഞ്ചേരിയിലുള്ള ബജില എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, ആ പാവം പെൺകുട്ടി, ഒരു അബൂബക്കർ സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ മോളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ചില അസുഖങ്ങൾ വന്നു. നോക്കുമ്പോൾ അത് മാരകമായ രോഗമാണ്. പാവം ആ പെൺകുട്ടി 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്തൊക്കെ ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ടാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. പരീക്ഷയിലൊക്കെ നന്നായിട്ട് എഴുതി കുട്ടി. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുൻപ് സുഖമില്ലാതായ ഈ കുട്ടി മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേദനകളില്ലാത്തൊരു ലോകത്തേക്ക്, സ്വർഗത്തിലെ അതിസുന്ദരമായ ആ ഒരു സന്തോഷ ലോകത്തേക്ക് ആ പെൺകുട്ടി യാത്രയായി. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ നല്ല ഉന്നതമായ വിജയം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. മഞ്ചേരിയിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം. നമ്മളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബജില എന്ന് പേരുള്ള അബൂബക്കർ സഖാഫിയുടെ ആ മകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, കോഴിക്കോട് പേരാമ്പ്രയിലുള്ള സോന എന്ന് പേരുള്ള ഒരു 27 വയസ്സുള്ള ഒരു യുവതി 6 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അവർ ഭർത്താവ് ഒന്നിച്ചിട്ട്, രജിൻലാൽ എന്ന് പേരുള്ള ഭർത്താവ് ഒന്നിച്ചിട്ട് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴാണ് ഒരു രാത്രി 9 മണി സമയത്ത് ഒരു തോടിനോട് ചേർന്നുള്ള, അതായത് റോഡിൻ്റെ 2 സൈഡിലും വയലുകളാണ്, അവിടെ നിന്ന് പെട്ടെന്ന് കാറ് കത്തിയത്. ഈ കാറ് കത്തിയതിൽ ദുരൂഹത ഉണ്ട്, ഇതിലെന്തോ ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. വളരെ ദുരൂഹതമായ സംഭവമാണ് കാണുന്നത്. അവൾ കാറ് കത്തിയത് തന്നെ, അത് കാറിൻ്റെ അവസ്ഥ ഞാൻ കണ്ടാന്ന് വളരെ അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറയുന്നത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ എൻജിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇതിന് ശക്തമായ ഒരു അധികാരികൾ തന്നെ, SP ആയാലും SP തന്നെ വനിതാ കമ്മീഷൻ ഇങ്ങനെ കണ്ട മേൽ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും താല്പര്യം അത് തന്നെയാണ്. ഈ ഒരു മരണപ്പെട്ട ഈ ഒരു സോനുവിൻ്റെ വീട്ടുകാർ പറയുന്ന വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം, ഈ ഒരു രജിൻലാൽ, അതായത് ഇവരുടെ ഭർത്താവ്, ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അന്ന് ഇവൻ ഗൾഫിലായിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഇവർക്ക് വേറൊരു യുവതിയുമായിട്ട് പ്രണയം ഉണ്ടായി. ആ പ്രണയം ഉണ്ടായ സമയത്ത് അറിഞ്ഞ സോനു വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് സ്വയം ജീവനെടുക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ പോലീസ് പിടികൂടിയിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമാണ് വിവാഹം നടന്നത്. അങ്ങനെ ആ വിവാഹം ഒരർത്ഥത്തിൽ നിർബന്ധിതമായിട്ട് ഇവൻ വിവാഹം കഴിക്കേണ്ടി വന്നതാണ്. ഇതൊരു വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു പ്രണയമായിരുന്നു ഇവരുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ഒരു സോനുവിൻ്റെ വീട്ടുകാരിലൊരു ആസൂത്രിതം ഉണ്ട്. കാരണം ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. എല്ലാം കത്തിത്തീർത്തതിന് ശേഷമാണ് ഇങ്ങനെ അതിൽ മറ്റൊരാളുണ്ട് എന്ന് പോലും ഇവൻ പുറത്ത് പറഞ്ഞത്. വീടെത്താൻ ഏതാനും കിലോമീറ്ററുകൾ അകലെ വെച്ചിട്ടാണ് ഈ ഒരു അപകടം നടന്നത്. സാധാരണ ഗർഭിണികളാണെങ്കിൽ പൊതുവെ ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിലാണ് ഇരിക്കുക. കാരണം സീറ്റിംഗ് കൊണ്ട് കിടത്തിയൊന്ന് വിശ്രമിക്കാനും കാൽ നീട്ടിയിരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടാവും. ഈ ഒരു കാർ അപകടത്തിൽ ഈ കാറിൻ്റെ എൻജിനോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ഇല്ല, AC പ്രശ്നങ്ങളില്ല. ഇതൊക്കെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയേണ്ടത്. ഇതിൽ വല്ല ഇന്ധനം, പെട്രോൾ പോലെയുള്ളത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ? കാരണം ആളുകൾ പറയുന്നത് വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ആ വാഹനം പൊട്ടിത്തെറിച്ചിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കുക? പിന്നെ ഇതിൻ്റെ എൻജിൻ ഭാഗമൊക്കെ ഫ്രണ്ടിലാണല്ലോ, അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ഷോർട്ട് സർക്യൂട്ട് അല്ല. അപ്പോൾ ഇത് കത്തിപ്പിടിച്ചതിൻ്റെ യഥാർത്ഥ റീസൺ ഇനി കൂടുതൽ അതിൻ്റെ ഫോറൻസിക് പരിശോധനകളിലൊക്കെ നടന്നിട്ട് കൃത്യമായിട്ട് അറിയുള്ളൂ. ഇവർക്ക് ഈ ഒരു വാഹനത്തിന് തീപിടുത്തം ഉണ്ടായ സമയത്ത് ഭർത്താവ് പെട്ടെന്ന് അതിൽ നിന്നിറങ്ങി ഓടിയിട്ട് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ചാടി. അപ്പോഴേക്ക് ആളുകൾ ഈ വാഹനത്തിൽ നിന്ന് തീയും പുകയൊക്കെ വരുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടിയിട്ട് ആളുകൾ കരുതിയത് തോട്ടിലേക്ക് ചാടിയ ഒരാൾ മാത്രമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഈ വാഹനം പൊട്ടിത്തെറിക്കുന്ന സമയത്താണ് ഇയാൾ പറയുന്നത് എൻ്റെ ഭാര്യ കൂടെ അതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഭാര്യ ഇതിൻ്റെ മറ്റേ ഡോറ് സെൻട്രൽ ലോക്കായി
പാവം ആ ഒരു പെൺകുട്ടിക്ക് അലറിക്കരയാൻ പോലും കഴിയാതെ വെന്ത് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ആ കുടുംബം പറയുന്നൊരു കാര്യം, ഇവർ പ്രണയ വിവാഹമായിരുന്നു. ദീർഘകാലം പ്രണയിച്ചതിന് ശേഷമാണ് വളരെ വലിയ കുടുംബങ്ങളുടെ എതിർപ്പൊക്കെ മറികടന്നിട്ട് ഇവർ ഒന്നിച്ചത്, വിവാഹം കഴിച്ചത്. ഈ വിവാഹം കഴിച്ചപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും അവിടെ ചില ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു സോനയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത് മുൻപ് ഇങ്ങനെയൊരു ദുരൂഹതയെക്കുറിച്ചൊന്നും പുറത്തു വന്നിരുന്നില്ല. ആദ്യം ഇത് കരുതിയത് ഇതിൻ്റെ AC-യുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മൂലമാണ് ഇത്തരത്തിൽ കാറ് കത്താൻ സാധ്യത. പക്ഷേ പരിശോധനയിൽ അത്തരത്തിൽ കത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കത്താതിരിക്കുമ്പോൾ ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഉഗ്രശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുക, ഇതൊക്കെ കൂടി വരുമ്പോഴാണ് നാട്ടുകാരാദ്യം ഈ സംശയം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ സോനയുടെ കുടുംബം തന്നെ ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല സ്റ്റേറ്റിൽ നിന്നും പല ന്യൂസുകളും ഇത്തരത്തിൽ കാണലുണ്ട്. നമ്മളൊരു സാധാരണ മരണമായിട്ട് കാണുമ്പോഴും പിന്നീട് ഒരു അന്വേഷണത്തിൽ നമ്മളൊരിക്കലും വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകങ്ങളായിട്ട് മാറലുണ്ട്. ഇത് നമ്മളെങ്ങനെയെന്ന് മുൻകൂട്ടി പറയുന്നില്ല. പക്ഷേ ആ കുടുംബം തന്നെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് കൃത്യമായുള്ള അന്വേഷണം വേണം. ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം. ഇതിൽ ശരിക്കും ഇതിൻ്റെ തുടക്കത്തിലും ദുരൂഹത പറഞ്ഞിരുന്നു. അപ്പോൾ ആരൊക്കെയോ നേരത്തെ പറഞ്ഞിരുന്നത് ഇയാൾ വാഹനം കത്തിപ്പിടിച്ച സമയത്ത് ഇയാൾ കൂടെ ഉണ്ടായിരുന്നവരെ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ കഴിയാതെ അദ്ദേഹം സങ്കടപ്പെട്ടു. അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിട്ടുള്ളത്. കത്തി അമർന്നപ്പോൾ തന്നെ അയാൾ നേരെ തോട്ടി പോയി ചാടി. അപ്പോൾ ആദ്യത്തെ കൺമണിയെ കാത്തിരിക്കുകയാണ്. 6 മാസം ഗർഭിണിയാണ് ഈ ഒരു സോന. അപ്പോൾ അത്രയും പ്രതീക്ഷക്കായിട്ട് പോയിട്ട് അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, ഇനി ഈ ഒരു സോനയുടെ കുടുംബം പറയണത് പോലെ വല്ല ദുരൂഹതകളുണ്ടോ, ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നമാണോ, എന്തായാലും അത് കണ്ടെത്തരുത്. അത് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കിട്ടാതെ ഊഹാപോഹങ്ങൾ എന്ത് ചെയ്യരുത്, പ്രചരിപ്പിക്കരുത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോനയുടെ കുടുംബം തന്നെ ആരോപിച്ച കാര്യങ്ങളല്ല. എൻ്റെ വക ഞാനൊന്നൊരു കൂട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇല്ലാത്ത കഥകൾ എന്ത് ചെയ്ത് പ്രചരിപ്പിക്കരുത്. നമ്മൾ പല സ്റ്റേറ്റിലും പല കഥകളും കേൾക്കണ സമയത്ത് തോന്നും ഇതൊരിക്കലും ഒരു സാധാരണ മരണമായിരിക്കും എന്നുള്ളത്. പക്ഷേ പിന്നീട് ഇൻവെസ്റ്റിഗേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത മനസ്സിലാവുക. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 4 അംഗ കുടുംബം, അബ്ദുള്ള, അയാളുടെ ഭാര്യ നസറിന്, മക്കൾ സൈനബ്, ആയിഷ എന്ന് പറഞ്ഞ മക്കളൊക്കെ കൂടിയിട്ട് വീട്ടിലൊരു വിരുന്നൊക്കെ വെച്ച് ഒരു 9ഓളം ആളുകൾ വിരുന്നിൽ പങ്കെടുത്ത് ചക്കരമത്തൊക്കെ കഴിച്ചിട്ട് അവസാനം ചക്കരമത്ത കഴിച്ചിട്ട് ഇവർ മരണപ്പെട്ടു. 4 പേരും പെട്ടെന്ന് ഛർദി വരുന്നു, എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കുടുംബത്തിലുള്ള മുഴുവൻ പേരും മരണപ്പെടുന്നു. എല്ലാ പത്രങ്ങളിലും വാർത്ത ചക്കരമത്ത കഴിച്ചിട്ട് ഒരു മരണപ്പെട്ടു. അപ്പോഴേക്കും ചിലവരൊക്കെ വലിയ ലേഖനങ്ങൾ എഴുതി, ചക്കരമത്തയിൽ അങ്ങനെ ഉണ്ട്, ചക്കരമത്ത പാമ്പ് കുത്തും, ചക്കരമത്ത രാത്രി കഴിച്ച പ്രശ്നമാണ്. ചക്കരമത്തയെക്കുറിച്ച് പല യൂട്യൂബേഴ്സും പറയാൻ തുടങ്ങി ചക്കരമത്ത കഴിക്കാൻ പാടില്ല എന്നൊക്കെ. സത്യാവസ്ഥ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ചക്കരമത്തയിൽ നല്ല വരുന്നത്. പിന്നീട് കണ്ടെത്തി അതിലുണ്ടായിരുന്നത് എലിവിഷം അതിലെങ്ങനെ വന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് മറ്റാളുകൾക്ക് പങ്കിട്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ തെളിവുകളെ കുറിച്ചൊന്നുമല്ല പറയണത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പല സംഭവങ്ങളും ഉണ്ടാവുക. അപ്പോൾ അത് ബോധപൂർവം ആരോ ചെയ്തു വെച്ചതാണോ അതോ വീട്ടുകാർ ചെയ്തു വെച്ചാണോ എന്ന് ആലോചിക്കുമ്പോൾ അവർ സ്വയം ചെയ്തതല്ല, മറ്റാരോ അവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ചക്കരമത്തയിൽ വെച്ചതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സാധാരണ മരണത്തിലപ്പുറം പലതിലും പല ദുരൂഹതകളുണ്ട്. അപ്പോൾ ഈ ഒരു പേരാമ്പ്രയിലുള്ള ഈ ഒരു ഇഷ്യൂസിൽ, ഇവർ കോഴിക്കോട് ഭാഗത്താണ് ഇവരുടെ വീട്, ഇതിൽ പല ദുരൂഹതകളുണ്ട്. ഇപ്പോൾ ഈ ഒരു തീപിടുത്തത്തിൽ പരിക്കേറ്റ ഈ ഭർത്താവ് രജിൻലാൽ അത്ര ഗുരുതരമായ സാഹചര്യമൊന്നുമല്ല. അവർ തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടായോ, അല്ലെങ്കിൽ അത് ആ പിണക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഇതൊരു പ്ലാനഡ് ആണോ, ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ. പക്ഷേ സോനുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അവർ പറയുന്നൊരു കാര്യം, ഇതൊരു ആസൂത്രിത കൊലപാതകം എന്ന് തന്നെ ആ വേർഡ് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഭാര്യ ഭർത്താവിനെ ഇല്ലാതാക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഇല്ലാതാക്കുന്നു, സ്വന്തം ജന്മം നൽകിയ മാതാവിനെ, പിതാവിനെ, അതൊന്നൊരു നിത്യസംഭവമായിട്ട് മാറി. നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു നടുക്കമുള്ള വാർത്ത പോലുമല്ല. അത്രയും ക്രൈം നമ്മുടെ നാട്ടിൽ കൂടി എന്നുള്ളതാണ്. വെറുതെ അല്ല, പണ്ടേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ രീതിയിലുള്ളൊരു തീപിടുത്തമൊക്കെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് സാധ്യതയാണ് തോന്നുന്നത്? ഇതൊരു ആസൂത്രിതമാണോ അതോ ഇത് നാച്ചുറലി ഒരു ആക്സിഡൻ്റലി സംഭവിച്ചതാണോ? എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു നിഗമനം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ.